ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവല്ലോ അല്ലേ? നമ്മളെ യൂണിക് ടോക്ക് 48 ആണെന്ന്. ആരും വീഡിയോ മോഡിലൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഇങ്ങനെ സ്ക്രീൻ നമ്മൾ ഫുൾ ഇട്ട് വെച്ചപ്പോൾ ഞാനും അഫ്സൽ സാറും മാത്രമേ വീഡിയോ മോഡിലുള്ളൂ. യാത്രയിലോ മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വേണ്ടിയിട്ടോ. അപ്പോഴാണ് നമുക്കും ഇന്നും പറയുന്ന പോലെ കൂടുതൽ കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് പറ്റുന്നവരൊക്കെ വേണ്ടിയിട്ടോ. അപ്പോൾ യൂണിക് ടോക്ക് 48 ആരെങ്കിലും ഒക്കെ ടോപ്പിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ചിലർ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും. ഇന്ന് അഫ്സൽ സാർ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ദേഷ്യത്തിന് കടിഞ്ഞാണ് ഡൗൺ എന്നുള്ളതായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മളെങ്ങനെ എടുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ദേഷ്യം എന്നുള്ളത്. ദേഷ്യം വേണ്ടാന്നുള്ളത് ഞാൻ പറയൂല. കാരണം അത് സന്തോഷം പോലെ അല്ലെങ്കിൽ സങ്കടം പോലെ ഒരു ഇമോഷനാണ് ദേഷ്യം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാന് അത് നമ്മളെ എന്തെങ്കിലും നമ്മളെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ സെൽഫിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ലൈഫിലേക്ക് അത് ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ ബെസ്റ്റായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ അഫ്സൽ സാർ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ എന്നും സെഷനിൽ പറയുന്ന പോലെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി. ഇവിടെ നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച തിയറിയോ അല്ലെങ്കിൽ കുറെ പുതിയ പുതിയ തിയറി ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാവും പറയുന്നുണ്ടാവുക. അപ്പൊ അതില് അതും കൂടെ ആ ഒരു കാര്യത്തിലേക്ക് പുതുത് എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഷംനമ്മ വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു മാം. അപ്പോൾ ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക. ഒരു എം ടി കപ്പായിട്ട് എന്തൊക്കെയോ എനിക്ക് ഇനിയും അറിയാനുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞൊരു വ്യക്തി അല്ലാണ്ട് ഇരിക്കുക. പിന്നെ പറയാനുള്ളത് പച്ചയായ മനുഷ്യനായിട്ട്. ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് കരുതി കുറേ നോളജ് ഇല്ല, തെറ്റുകളൊന്നും പറ്റാത്ത മറ്റേ പറച്ചവന്റെ പൂർണ്ണ പെർഫെക്റ്റ് സൃഷ്ടിയൊന്നും അല്ല. നമുക്കും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ എങ്ങളുടെ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് എന്താ പറയാ, ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക ഇവിടെ വരുന്ന സമയത്ത്. ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലൊന്നും അല്ലാണ്ട് ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. വലിയൊരു നമ്മളെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമുക്ക് 48 ടോക്ക് രണ്ടെണ്ണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 50യോ. അപ്പൊ അതിന്റെ മുന്നേ തന്നെ നമുക്ക് അടിപൊളി പോകാമല്ലോ പവറിൽ. അപ്പോൾ എന്തായാലും എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. കൂടെ അഫ്സൽ സാറിനെ സെഷൻ എടുക്കാൻ വേണ്ടി വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരോടും പുതിയ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ ഇപ്പൊ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് കാണാൻ വേണ്ടി കേറിയ കുറെ ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മിസ്സിനെ എന്നെ ഒന്ന് കോസ്റ്റ് ആക്കണേ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ തിരക്ക് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇവിടെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ എല്ലാവരും ഈ 48ാമത്തെ ആഴ്ചയാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ടീം. സൗണ്ട് സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണോ? ഞാൻ പറഞ്ഞത് കേൾക്കില്ല? ഓക്കെ ആണല്ലോ. ഓക്കെ ആണോ മാം? മാമിന്റെ ഫോണിന്റെ സൗണ്ട് ഒന്ന് കൂട്ടി നോക്കി, ലാപ്പിന്റെ. ചിലപ്പോ അതായിരിക്കാം. ഓക്കെ. അപ്പോ 48 ആഴ്ചകളായിട്ട് നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നമ്മളെ ടീമും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ് യൂണിക് ടോക്സ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നല്ല ഹാബിറ്റ്സ് ഫോർമേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ശീലങ്ങൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുത്തതിനെ കുറിച്ചൊക്കെ ആണ് സംസാരിക്കാറ്. അപ്പൊ എല്ലാ വീക്കിലും നമ്മൾ ചോദിക്കുന്ന പോലെ കഴിഞ്ഞ വീക്കിൽ ഞാൻ ചെറിയൊരു യാത്രയിലായിരുന്നു. വിഷ്ണായിരുന്നു ക്ലാസ് ഒക്കെ സെഷനൊക്കെ ലീഡ് ചെയ്യുന്നത്. ഉഷാറായിട്ട് ഗംഭീരമായിട്ട് കഥകളിലൂടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഇന്ന് ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റുമോ ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്ന്? ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഡിസ്ട്രിക്റ്റ് മാത്രം എഴുതിയാൽ മതി, ബുദ്ധിമുട്ടില്ലാത്തവർ. വലീദ് സാർ, നിങ്ങൾ കണ്ണടക്ക് ഊരി നോക്കണ്ടല്ലോ, എന്തോ കാണാത്ത പ്രശ്നമുണ്ടോ? എന്നെ കാണായി ഉണ്ടോ? ഓക്കെ അല്ലേ? ഷംന മാം ട്രിവാൻഡ്രം, ഫെബിന പാലക്കാട്, സമസ്ക കോഴിക്കോട്, വിജയ മലപ്പുറം, നസ്രിയ കണ്ണൂർ, ഐഫോൺ കാലിക്കറ്റ്, റഷീദ് സർ മലപ്പുറം, സനിയ മലപ്പുറം, മുനീറ മലപ്പുറം. വലീദ് സാർ എവിടാ? ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ ടോക്കിൽ, അതുകൊണ്ട് ചോദിക്കുകയാണ്. അത് വീഡിയോ മോഡിലൊക്കെ വന്നിരിക്കുന്നുണ്ട്, അപ്പൊ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. സ്റ്റെക്കായോ? ഞാൻ പറയുന്ന ഓടിപ്പോഴാണോ കൃഷ്ണ? ആ ഓക്കെ. ഓക്കെ ഓക്കെ, പലത് ശരി. സർ കണ്ണൂർ. വലീദ് സാർ കണ്ണൂർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ ജോയിനിങ്.
അപ്പോ ഇന്ന് നമ്മള് ടോപ്പിക് പറഞ്ഞിരുന്നത് കോപം അല്ലെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാന്നായിരുന്നു. ഇതിൽ ആരെങ്കിലും ഉണ്ടോ ദേഷ്യം പിടിക്കാത്ത? തീരെ ലൈഫിൽ ഒട്ടും ദേഷ്യം പിടിക്കാത്ത ആരെങ്കിലും? ആരോടും ഇപ്പം ദാറ്റ് മീൻസ് ഇപ്പം മാരീഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വൈഫിനോടെങ്കിലും ദേഷ്യം പിടിക്കാത്ത ആൾക്കാർ, വൈഫിനോടോ പാരന്റ്സിനോടോ അല്ലെ ഫ്രണ്ട്സിനോടോ ഹസ്ബൻഡിനോടോ? മുർഷിദ, അറിയാ അറിയാ. മിസ്ന ഞാൻ പബ്ലിക് ആക്കണോ? മിസ്ന മിസ്ന ദേഷ്യം പിടിക്കല്ലെന്ന് അങ്ങ് വെറുതെ തോന്നട്ടെ, എന്നോട് വരെ ദേഷ്യം പിടിക്കല്ലേ വെറുതെ പറഞ്ഞാണേ. ഞാന് ആദ്യം കുറച്ച് ഭയങ്കര ദേഷ്യമൊക്കെ പിടിക്കുന്ന ആളായിനെ. ഇപ്പൊ വൈഫിനോട് മാത്രമല്ല, അതും വളരെ വളരെ വിരളമായിട്ടേ ഉള്ളൂ, പക്ഷെ അത് പെട്ടെന്ന് ക്ലിയർ ആവാറുണ്ട് കേട്ടോ. അപ്പം അത് ക്ലിയർ ആവാറുണ്ട് മീൻസ് ഏറ്റവും ലൈഫിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുന്നേ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? പറ്റുന്നവരൊക്കെ ഒന്ന് ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടി ചിരിക്കുക. ഇങ്ങനെ 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 കോർക്കണം എന്നില്ല കൈ, ജസ്റ്റ്. അല്ല, അത് ഇരുത്തത്തിലൊന്നും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ചാരിയിട്ട് ഏറ്റവും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മൈൻഡ് ഒന്നും, എല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പം പല പല വർക്കിന്റെ ഇടയിൽ ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പല പ്രഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം സറൗണ്ടിങ്സിൽ കഴിയുന്നിടത്തോളം വേറെ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്നൊന്ന് ഉറപ്പ് വരുത്തട്ടോ. പറ്റെങ്കിൽ സൗണ്ട് ഇല്ലാത്ത ഏതോ റൂമിലേക്ക് ഇരിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ചെയ്യാം. ഓക്കെ. അപ്പോ ഒന്ന് ഞാൻ പറയുന്ന സമയത്ത് കണ്ണടച്ചിട്ട് ജസ്റ്റ് പറയുന്ന തോട്ട്സിലേക്കൊക്കെ ഒന്ന്, ആ പറയുന്ന കാര്യങ്ങളിലേക്കൊന്ന് ഒന്ന് ചിന്ത കൊണ്ടുപോയാൽ മാത്രം മതി. വേറെ വിഷയങ്ങളൊന്നുമില്ല, ടഫ് ടാസ്ക് കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ചെറിയൊരു ഒരു മ്യൂസിക് ഷെയർ ചെയ്യാം. ഇതിലൊരു ജാഫർ എന്ന് പറഞ്ഞ ആളെ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മളെ മലേഷ്യയില് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ജാഫർക്കാണോ, അല്ലെങ്കിൽ നമ്മളെ സൗദിയിലെ ജാഫർക്ക്? അല്ലേ ജാഫർക്ക? അല്ലാന്ന് തോന്നുന്നു, കണ്ടപ്പോൾ ജസ്റ്റ് ചോദിച്ചാട്ടോ. പിന്നെ മിസ്ന, മ്യൂസിക് ഓക്കെ ആണോ? ആ, ഓക്കെ. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കും. ഇടതുകൈക്ക് മുകളിൽ വലതുകൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. ഓരോ തവണയും ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നത് മൂക്കിലൂടെയാണെന്നും പുറത്തേക്ക് വിടുന്നത് വായിലൂടെയാണെന്നും ഉറപ്പുവരുത്തുക. ഓരോ തവണയും ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഒരു സ്വർണപ്രകാശം ആവരണം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഒരു പോസിറ്റീവ് എനർജി ആ പ്രകാശത്തിലൂടെ
നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലേക്കും, നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് പോലും ആ പ്രകാശം നിങ്ങളുടെ എല്ലാ കോശങ്ങളിലേക്കും ആ ഒരു പോസിറ്റീവ് എനർജി എത്തുകയാണ്. ഓരോ തവണയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജിയും, ചിന്തകളും, ദേഷ്യം, വെറുപ്പ്, അഹങ്കാരം, അസൂയ, അത്യാർത്തി, ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുടങ്ങിയ എല്ലാവിധ ചിന്തകളും, മറ്റുള്ള മനുഷ്യരോടുള്ള പകപോക്കാനുള്ള ചിന്തകളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. ഓരോ തവണയും ശ്വാസം ഉള്ളോട്ടെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും. ആദ്യമായി ഇന്ന് രാവിലെ കിടന്നുറങ്ങി എഴുന്നേറ്റ സമയത്ത് നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചു. നിങ്ങളുടെ കാണാനുള്ള കഴിവിന് നന്ദി പറയുക. കേൾക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ശ്വസിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. അവസാനമായി കഴിച്ച ഭക്ഷണം രുചിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ഓരോ കാര്യങ്ങളും തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലച്ചോറ്, ഹൃദയം, കിഡ്നി, ലങ്സ്, നട്ടെല്ല്, നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ, രക്തഞരമ്പുകൾ, ആ ഞരമ്പുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, വൻകുടൽ, ചെറുകുടൽ, കൈകളും കാലുകളും തുടങ്ങിയ എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക. ഒരു പിഞ്ചു കുഞ്ഞായ സമയം മുതൽ ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കുമായി അവരുടെ പല ആവശ്യങ്ങളും മാറ്റിവെച്ചു
നിങ്ങളെ ശുശ്രൂഷിച്ചതിന് ആ മനുഷ്യന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും നന്ദി പറയുക. നിങ്ങൾ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീടിനെ നന്ദി പറയുക. നിങ്ങളുടെ മറ്റുള്ള കുടുംബക്കാർക്ക് നന്ദി പറയുക. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹോദരി, സഹോദരന്മാർ തുടങ്ങി എല്ലാ കുടുംബക്കാർക്കും നന്ദി പറയുക. നിങ്ങളെ ഇത്രയും കാലത്തിനിടയിൽ വിദ്യ അഭ്യസിപ്പിച്ച ടീച്ചർമാർക്ക് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കൂട്ടുകാർക്ക് നന്ദി പറയുക. നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാർക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ഇത്രയും കാലത്തിനിടയിൽ നേടിയെടുക്കാൻ സാധിച്ച വിദ്യാഭ്യാസത്തിനും അതേപോലെ നിങ്ങൾ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ തുടങ്ങിയ എല്ലാത്തിനും നന്ദി പറയാം. നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും നന്ദി പറയുക. പല മനുഷ്യരും നിങ്ങളെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മുടെ സൃഷ്ടാവിനോട് അറിയിക്കും. നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ളയാളാകും. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടും. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ചെറുപുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. നമ്മൾ ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആയിരുന്നു ചെയ്തത്. സാധാരണ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു എന്താണ് ഒരു മേഖലയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്തത്. ആർക്കെങ്കിലും കണക്ട് ആയിരുന്നോ? അല്ലെങ്കിൽ ആവാത്ത ഒരു ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നും പറയില്ല, മെഡിറ്റേഷൻ ഉറങ്ങിപ്പോയോ? ആയിക്കോട്ടെ. ഏതായാലും
നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ദേഷ്യത്തിനെ കുറിച്ചാണല്ലോ. എനിക്ക് ഒരു പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരുമോ? ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ മോഡ് അല്ലേ? ആ, നമ്മളെ ജാഫർക്കാണത് അല്ലേ? ആ, നമ്മളെ നാട്ടുകാരൻ ജാഫർക്കാണത്. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വേറെ ജാഫർക്ക ഉണ്ടായിരുന്നു. ജാഫർക്ക ഡ്യൂട്ടിയിലാ? ഡ്രൈവിംഗിലാണല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ ഷംനമ്മ വന്നിട്ടുണ്ട്. ആ, നമ്മളെ താരം വന്നിക്കുന്നത് ഫ്രം ഷാർജ. പിന്നെയട്ടെ. ഷമീല മാം, താങ്ക് യു. എനിക്ക് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിങ്ങൾക്ക് പൊതുവെ ഓരോരുത്തർക്കും ദേഷ്യം വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് പൊതുവെ അത് റിയാക്ഷൻ ആയിട്ട് വരാറ്? ചില ആൾക്കാർക്ക് അത് ഭയങ്കര സൗണ്ടിൽ സംസാരമായിരിക്കും. ചില ആൾക്കാർക്ക് അത് ഈ തലകറക്കവും തലവേദനയൊക്കെ വരും. ചില ആൾക്കാർക്ക് മസിലൊക്കെ ഇങ്ങനെ പെരുക്കി വരും. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഏത് രീതിയിലാണ് വരാറൊന്ന് പറയോ? സൗണ്ട് കൂടുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടും ചില ആൾക്കാർക്ക് ദേഷ്യം വരുന്ന സമയത്ത്. കിടക്കിടക്കിടാ ബി പി കൂടുക എന്നൊക്കെ പറയില്ല, അതേപോലല്ലേ. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ. ഷമീല മാം ഷൗട്ട് ചെയ്യും. ഓക്കെ. സോറ മാം കയ്യിലുള്ള എന്തേലും എറിഞ്ഞു പൊട്ടിക്കേ വാട്ടവനെ, അത് സീനാണല്ലോ. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. സൗണ്ട് കൂടി അലറി വിളിക്കും. മിസ്സിനെ ഞങ്ങൾ അലറി വിളിക്കരുത് കേട്ടോ. ബാക്കിയുള്ളവരൊന്നും പറഞ്ഞേ, മെത്തേഡ് ഏത് രീതിയിലാണ് ദേഷ്യം വരാറെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി. ഷെവിന മാം ഷൗട്ട് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ മസിൽസ് ടൈറ്റ് ആവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുണ്ടോ? അങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ അനങ്ങാൻ പറ്റാതൊക്കെ ഉള്ള രീതിയിൽ ഒരു സ്ട്രെങ്ത് കൂടിയ പോലൊക്കെ തോന്നുക. സൗണ്ട് കൂടിയിട്ട് സങ്കടം വന്ന് കരയും. ഷംന മാം. ഓക്കെ. നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഷൗട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഷൗട്ട് ചെയ്തതിന് ആലോചിച്ച് കരയായിരിക്കും അല്ലെ? കരയും. ഓക്കെ. റഷീദ് സാറ് സൗണ്ട് കൂടും. ഓക്കെ. അപ്പം എല്ലാവർക്കും ഡിഫറെന്റ് മെത്തേഡിലാണ് അതിന്റെ ആക്ഷൻ വരുന്നത് അല്ലേ? ദാറ്റ് മീൻസ് ദേഷ്യം വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഏതൊക്കെ സമയത്താണ് എനിക്ക് ഒരു കാര്യം വേണ്ടിയെന്നറിയോ? എല്ലാരും ഒന്ന് എഴുതുക. ഏതൊക്കെ സമയത്താണ് നിങ്ങൾ ദേഷ്യം പിടിക്കാറ്? അത് ഡ്രൈവ് ചെയ്യുന്നവരൊന്നും എഴുതണ്ട, അവർക്ക് അല്ലാത്തവരൊക്കെ ഒന്ന് എഴുതുക. അല്ല, എനിക്കിപ്പം ഇരുന്ന് റൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് എഴുതി. ഏതൊക്കെ സമയത്താണ് ഞാൻ ദേഷ്യം പിടിക്കാറ്? എന്നെ കളിയാക്കുമ്പോഴാണോ? എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോഴാണോ? ഞാൻ പറയുന്ന ചില കാര്യങ്ങള് അതിന്റെ ക്രോസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണോ? അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുമ്പോൾ മാത്രമാണോ ഞാൻ തിരിച്ച് ദേഷ്യം പിടിക്കാറ്? ഒന്ന് നോട്ട് ചെയ്യോ? ഏതൊക്കെ സമയത്താണ് ദേഷ്യം വരാറ് എന്നുള്ളത്. എന്നിട്ട് ഒരു കാര്യമെങ്കിലും എല്ലാവരും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഒരു 5 കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ദേഷ്യം പിടിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യങ്ങളാട്ടോ. ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ദേഷ്യം പിടിക്കില്ലൊന്നുമില്ലല്ലോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും അല്ലെ? ദേഷ്യം പിടിക്കല് വളരെ കുറവാണ്. അതിന്റെ കാരണങ്ങളൊന്നും ഓർത്തിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും. ഒരു 5 കാര്യങ്ങളെങ്കിലും എഴുതണം കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് വർക്കോ? ശരിയാ. ഓഫീസിൽ നിങ്ങൾ എന്റെ സ്കൂളിൽ കൂടിയാണല്ലോ ഇറക്കിയ ലാബില്. അപ്പോ ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുവന്ന് പണി തരും ഉറങ്ങാൻ പോകുന്ന സമയത്തില്. ഷമീന മാം പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ നൽകുന്നില്ല എന്ന് തോന്നുമ്പോൾ. യെസ്, യെസ്, അതാണ്. ചില കാര്യങ്ങൾ നമ്മളത് അത്രയും കൺവിക്ഷനോടും അത്രയും ഡെഡിക്കേഷനോട് കൂടി പറഞ്ഞു കൊടുക്കുകയായിരിക്കും. അപ്പൊ അത് വില കൽപ്പിക്കാതിരിക്കും. പൊതുവെ ഈ മക്കളോടൊക്കെ ഉണ്ടല്ലോ, മക്കളോട് ഭാര്യമാരോടൊക്കെ പറയുമ്പോൾ അവർക്ക് വെറുതായിട്ടുള്ള രീതിയാണല്ലോ ഉണ്ടാകുക. സമീയ മാം പറയുന്നത് വർക്ക് ബേർഡൻ വരുന്ന സമയത്താണ്. ഓക്കെ. പിന്നെ എന്താ അഞ്ചെണ്ണം ആരെങ്കിലും എഴുതി കഴിഞ്ഞോ? അതെന്തോ പറയുന്നില്ലോ. എനിക്ക് സങ്കടം വരുമ്പോൾ ദേഷ്യമായിട്ടാണ് പ്രകടിപ്പിക്കുക. നല്ല നല്ലൊരു പ്രകടനമാണ്. അല്ല, അത് നിങ്ങൾ മാത്രമല്ല കേട്ടോ, പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അത് പല 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 തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവുമല്ലോ നമുക്ക്. പക്ഷെ അത്
അത് എക്സ്പ്രസ് വേ ഓഫ് പറയല്ലേ, ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ വേ ഉണ്ട്. ചില ആൾക്കാർ അത് ടച്ചിലൂടെ ആയിരിക്കും, ചില ആൾക്കാർ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടായിരിക്കും. ഇതേപോലെ തന്നെ സങ്കടം പ്രകടിപ്പിക്കുന്നതിന് പല മോഡുണ്ട് ആൾക്കാർക്ക്. ചിലപ്പോൾ ചില ആൾക്കാർ മിണ്ടുന്നല്ല, ഒരാഴ്ചക്കൊക്കെ മിണ്ടാണ്ടുണ്ടാവും. ഞാൻ ചില കൗൺസിലിങ്ങിലൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാഴ്ചയൊക്കെ മൈൻഡ് ചെയ്യൂല, നമ്മൾ തകർന്നു പോകുന്നു. ഒരു പറയാ തകർന്നു പോകുന്നു, ഇങ്ങനെ ആ രീതിയിലുണ്ടല്ലോ. ഒരു എന്ത് പറഞ്ഞാലും ഒരു വലിയ വലിയ പൊടി പറയാം, പൊടി പുല്ലെന്നുള്ള രീതിയിൽ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ദേഷ്യം പിടിക്കാറുണ്ട്. പറയുന്ന പറയുന്ന അംഗീകരിക്കാത്തപ്പോ, ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോ, വാല്യൂ തരാത്തപ്പോ കളിയാക്കൽ. ഓക്കെ, തപ്പുന്ന സാധനം തപ്പുന്ന സാധനം തപ്പുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന അറിയില്ല. ചെയ്യുന്ന ഒന്നും റെഡി ആവാതെ വരുമ്പോ. ഓക്കെ, ഇത് ശരിക്കും ഒരു എക്സാമ്പിൾ പറയാം. എന്താ അറിയോ, നമുക്ക് പല രീതിയിലായിരിക്കും ദേഷ്യം പിടിക്കുക. പക്ഷെ നമ്മളിപ്പോ ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചോളി. നമ്മളിപ്പോ നമ്മളെ മുന്നിലുള്ള ആളോട് ഇങ്ങനെ എന്തോ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, എന്തോ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കുറെ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിലെ തോൽവികളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഉറക്കം നഷ്ടപ്പെടുത്തുമ്പോ അതൊരു നല്ലൊരു ടോപ്പിക്കാണ് ഷർമി. ഉറക്കം നഷ്ടപ്പെടുത്തുമ്പോൾ ദേഷ്യം പിടിക്കാറുണ്ട്. യെസ്, അത് ചിലപ്പം മെയിനായിട്ട് ഈ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലെ പിന്നെ മക്കള് ഉറങ്ങുന്നൊക്കെ മക്കളായി പിന്നെ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടാവുക. പിന്നെ എന്താണ് വേറെ ക്ലാസ് എടുക്കുന്ന ടൈം മക്കൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ, ക്ലീൻ ചെയ്തത് വൃത്തികേടാക്കുമ്പോൾ, മക്കൾ പഠിക്കാൻ പറയുമ്പോ പഠിക്കാതിരിക്കുമ്പോൾ. യെസ്, ഇതൊക്കെ ഓരോരുത്തർക്ക് ഇതുണ്ടല്ലോ. ഇപ്പം 10-20 ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് രീതിയിലാണ് ദേഷ്യം പിടിക്കുന്നത്. അതിന്റെ ആക്ഷൻസ് വരുന്നതും പല പല രീതിയിലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മള് നമ്മളിപ്പോ ഒരാളോട് കാര്യമായിട്ട് എന്തോ പറഞ്ഞു കൊടുക്കാൻ വിചാരിക്കുക. നല്ല നമ്മൾ ഇങ്ങനത്തെ പഠിച്ച പാഠങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അറിയാതെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, ഛർദിക്കാൻ വരുന്നുണ്ട്. എങ്ങനെ നമ്മള് എന്തോ ഒരു ഉള്ളിന്ന് ഒരു എന്താ ഒരു വയറ്റിന്നൊക്കെ ഒരു കറക്കവും എന്തോ തൊണ്ടയിലൊക്കെ ഒരു കുടുക്കവും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ അവരിങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ മുന്നില്, അറിയാതെ നമ്മള് അവരെ മേലേക്ക് അങ്ങ് ഛർദിച്ചു പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആൾക്കാരുടെ ഫേസ് കാണുമ്പോൾ അയ്യേ ഛർദിക്കുന്നത്. ഇതേ കേസാണ് നമ്മളൊരാളോട് ദേഷ്യം പിടിക്കുമ്പോൾ വരുന്നത്. എന്താ സംഭവം എന്നറിയോ? അത് നമ്മളിപ്പോ ഒരാളെ മേലെ ഛർദിയായ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര അറപ്പും പ്രശ്നവും, എത്രത്തോളം വിഷമത്തിലായിരിക്കും അവരുണ്ടാവുക, ദേഷ്യവും അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷനും. ഇതേപോലെ തന്നെ നിങ്ങൾ എന്തിനാ അറിയാം ഞാൻ അങ്ങനത്തെ ഒരു വേർഡ് ഉപയോഗിച്ച് പറഞ്ഞത്? ഇനി ദേഷ്യം പിടിക്കും ആലോചിക്കേണ്ടത് എന്താ അറിയോ? ഞാൻ വേറൊരാളെ മേലേക്ക് ഛർദിക്കാൻ പോകണം ചിന്തിച്ചാൽ മതി. അത് നിങ്ങളെ മേലേക്ക് ഒരാൾ ഛർദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെ നല്ലവണ്ണം ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാളെ, നല്ല രീതിയിൽ മൈൻഡ് കൊണ്ട് നടക്കുന്ന ഒരാളെ നമ്മൾ പോയിട്ട് അത് ട്രിഗർ ചെയ്യുക, ഒരൊറ്റ അടി അടിക്കും പോലാണ്, ചെള്ളൊക്കെ ഒരു അടി അടിക്കുന്ന രീതിയിലാണ് നമ്മൾ വെറുതെ പോയി ദേഷ്യം പിടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കി എടുക്കണമെങ്കിൽ, ഈ പെട്ടെന്നുള്ള ദേഷ്യം പിടി പരിപാടി ഒഴിവാക്കി എടുക്കണമെങ്കിൽ, ഒന്ന് നമുക്ക് വേണ്ടത്, ഞാൻ ഏതൊക്കെ സമയത്താണ് ദേഷ്യം പിടിക്കുന്നത് എന്ന് നോട്ട് ചെയ്യുക, എഴുതി വെക്കുക. ഇപ്പൊ പെട്ടെന്ന് ഒറ്റ പ്രാവശ്യമല്ല, ഇപ്പൊ നമ്മൾ എഴുതിയ കാര്യങ്ങൾ മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എഴുതി വെക്കുക, കറക്റ്റായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. ദാറ്റ് മീൻസ് ഏത് സമയത്താണോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, ആ സമയത്ത് എൻ്റെ മനസ്സിന്റെ കൺട്രോള് എൻ്റെ കയ്യിൽ തന്നെയാണ്. ആ രീതിയിലുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് വേറൊരാൾ വന്നിട്ട് ദേഷ്യം പിടിച്ചാലും അവരെന്തെങ്കിലും പറയുമ്പോഴേക്ക് വിഷമിക്കുകയും ദേഷ്യം പിടിക്കുക, ആ ഒരു രീതിയിൽ പോകുന്നതിന് പകരം സെൽഫ് കൺട്രോൾ വർദ്ധിപ്പിച്ചെടുക്കാനെ കുറിച്ച് എനിക്ക് ഓരോ ദിവസവും എൻ്റെ സെൽഫ് കൺട്രോൾ, എൻ്റെ മൈൻഡ് കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെ, ദാറ്റ് മീൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഉള്ള അഫർമേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ കണ്ണാടിയിൽ നോക്കി ചെയ്യാം, അല്ലെങ്കിൽ എഴുതാൻ പറ്റും.
ഇതേപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ഈ മെഡിറ്റേറ്റീവ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പറയാറുണ്ട് ഏഹ്, നമുക്ക് ഡോപ്പമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടല്ലോ, കാണുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് ഈ ലവ് കിട്ടുന്ന സമയത്തും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ശരിക്ക് നമ്മള് ഏഹ്, ഈ ഡോപ്പമൈൻ പോലെ തന്നെ ഉള്ളതാണ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തും റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മളുടെ ബോഡി കുറച്ചും കൂടെ കൺസ്ട്രെയിൻഡ് ആയിട്ട് കുറച്ച് പ്രഷർ കൊടുത്ത് നമ്മളുടെ എല്ലുകൾ മൂവ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഈ കൈയാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ അവിടെ നിന്ന് ഒരു ഫ്ലൂയിഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ലൈഫിൽ ക്ലാരിറ്റിക്കും അതേപോലെ തന്നെ നമ്മളുടെ ഇമോഷണൽ ബാലൻസിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ചില മെത്തേഡുകൾ, ചില ഹോർമോണുകളാണത്. അതേപോലെ തന്നെ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് പ്രാക്ടീസ് പറ്റിക്കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ ചില കാമിങ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവും. ഇപ്പം നഷീദ് മ്യൂസിക് പോലെ തന്നെ വേറെയും റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ അറിയാലോ, നമ്മൾക്ക് ഓരോരുത്തരും എനർജിയിലും ഫ്രീക്വൻസിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചില മ്യൂസിക് കേൾക്കുമ്പോഴേക്ക് നമ്മളിങ്ങനെ അറിയാതെ തുള്ളി പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നോ? നമ്മൾ അറിയാതെ ഡാൻസ് ഒക്കെ കളിച്ചു പോകും. ഇതേപോലെ തന്നെ നമ്മളുടെ മൈൻഡിനെ റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പല പല മ്യൂസിക് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ അത് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തിരുന്നു, വൺ ഓഫ് ദി മ്യൂസിക്. പിന്നെ ഇതേപോലുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ദേഷ്യം പിടിക്കുന്ന സമയത്ത് മാക്സിമം മിണ്ടാതിരിക്കാൻ ശ്രമിക്കുക. അത് നമ്മളുടെ നമ്മളുടെ ദിനപ്രകാരവും അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങളോ പഠിക്കുന്ന സമയത്തൊക്കെ പറയുന്ന കാര്യമാണ്. ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അതേപോലെ പറയില്ല, ഭയങ്കര സന്തോഷിച്ചിരിക്കുന്ന സമയത്തും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്ന് പറയില്ല. അതേപോലെ തന്നെ കുറച്ചു നേരം ഒന്നിങ്ങനെ നമ്മളൊന്ന് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേട്ടോ. ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ അങ്ങനെ എല്ലാവരോടും ദേഷ്യം പിടിക്കാൻ പോകുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ വൈഫുമായിട്ടാണ് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവല്. പക്ഷെ ഇപ്പൊ വളരെ കുറവാണ്, വളരെ വിരളമായിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. മ്യൂസിക് കേൾക്കൽ ശരിയല്ല എന്ന് കേട്ടു. അത് ശരിയാണ്, മ്യൂസിക് കേൾക്കൽ ശരിയല്ല. പക്ഷെ ചില മ്യൂസിക് കേൾക്കാം. ഞാൻ അയച്ചുതരാം കേൾക്ക്. മീൻസ് അത് എന്താണ് അതിന്റെ ഷർത്തും പറഞ്ഞതേക്കോ ഞാനിപ്പോ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല്, മാക്സിമം എന്തെങ്കിലും ഇങ്ങനെ ചൊറിയുന്ന വർത്താനൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടാല് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് അറിയോ, ഞാന് ഇപ്പം നമ്മളിപ്പം ദുനിയാവും ആഹിറവും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൊതുവേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഭാര്യമാര് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ സന്തോഷിപ്പിച്ചാലാണ് നമുക്ക് കൂടുതൽ പുണ്യം കിട്ടുക. അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മളങ്ങ് വിട്ടുകൊടുത്താല്, നമ്മൾക്കറിയാം നമ്മൾ പറയുന്ന കാര്യമാണ് കറക്റ്റ് എന്നൊക്കെ അറിയണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഒന്നങ്ങ് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അത് ആ സമയത്ത് ഇപ്പൊ നമ്മൾ അതിനെതിരായിട്ട് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് ചിലപ്പോ ഒരു ലൈഫ് ലോങ് ആയിട്ട് മനസ്സിൽ കിടക്കുന്ന വേദനകളായിട്ടായിരിക്കും. അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ദേഷ്യവും ഒക്കെ വന്നിട്ട് കൊടുക്കുന്ന ചില വാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്കുകൾ പിന്നെ അവരുടെ മനസ്സിന്ന് പോലും എല്ലാ കാലത്തും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പകരം എന്ത് ചെയ്യാ, കുറച്ചു നേരം ഒന്നും ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാല് അത് കുറച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ അത് എന്ത് തോന്നും, അന്ന് ആ എടുത്ത ഡിസിഷൻ നമുക്ക് കറക്റ്റ് ആയിരുന്നു എന്ന് കുറച്ച് കഴിയുന്ന സമയത്ത് ഫീൽ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ അതിന്റെ ഓപ്പോസിറ്റുള്ള ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലൊക്കെ അത് തിരിച്ച് നമ്മളുടെ ലൈഫിൽ പല സ്ഥലങ്ങളിലും അത് എഫക്റ്റഡ് ആവും. കാരണം എന്താ, നമ്മൾ ഈ അക്യുമുലേറ്റഡ് ആങ്കർ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അക്യുമുലേറ്റഡ് ആങ്കർ എന്ന് പറഞ്ഞാല് ചില ആൾക്കാർ ദേഷ്യം പിടിക്കുക എപ്പോഴാണെന്നറിയോ, ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ച്
അത് അത് അത്യാവശ്യം ആ കോമ്പിനേഷൻ നല്ലൊരു ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ടാവേ. പിന്നെ എപ്പോഴായിരിക്കുന്നറിയോ വലിയ റിയാക്ഷൻ വരിക? ഇതേപോലെ ചെറിയ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കും ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു ഒറ്റ പൊട്ടിക്കലാ. പൊട്ടിക്കൽ മീൻസ് അമ്മാതിരി ദേഷ്യം പിടിക്കൽ, തിരിച്ചായിട്ട് ദേഷ്യം പിടിക്കും. അതുവരെ ഉണ്ടായിരുന്ന ഒരു കാര്യവും എനിക്ക് ആ സമയത്ത് നിങ്ങൾ സംസാരിച്ച കാര്യം വിഷമമായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറയുക, സംസാരിക്കുക ഒന്നും ചെയ്യൂല. അതിന് പകരം എന്ത് ചെയ്യുക, ഒന്നായിട്ട് പൊട്ടിത്തെറിക്കുക ചെയ്യുക ചില ആൾക്കാർ. അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന് പകരം മാക്സിമം ഒന്ന് കഴിയുന്നിടത്തോളം എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ ഈ ഫോർഗ്യൂനസ് ജേണലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും കൂടി ആകുന്ന സമയത്ത് പറ്റുന്നിടത്തോളം അന്നന്ന് അത് രാത്രിത്തേക്ക് വെയിറ്റ് ചെയ്യണമെന്നില്ല, കഴിയുന്നിടത്തോളം നമ്മൾ ഒരാൾക്ക് പുറത്തു കൊടുത്താൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്ക് അറിയുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് പടച്ചവൻ നമുക്ക് എന്ത് തെറ്റുകൾ ചെയ്താലും പുറത്ത് തന്നെ റെഡിയാണ്. പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് തോന്നും ഞാൻ പുറത്തു കൊടുക്കൂല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം, നമ്മൾ പടച്ചോനെക്കാട്ടും മുകളിൽ പോവാന്നുള്ള രീതിയിലല്ലേ. നമ്മളെ അഹങ്കാരമല്ല അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാര് ഇവിടെ യാത്ര ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. കൂടെ ഹസ്ബൻഡ് ഉണ്ടോ, ഹസ്ബൻഡിനെ കേൾപ്പിക്കുന്നൊന്നുമല്ലല്ലോ. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഷെമീല മാം, യാത്രയിൽ ആരാ കൂടെ ഉള്ളേ? ബ്രദേഴ്സും വൈഫും മക്കളും എല്ലാരും ഉണ്ട്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പെട്ടെന്ന് പുറത്തു കൊണ്ട പ്ലാൻ വന്നപ്പോ കുഴപ്പമില്ല കുഴപ്പമില്ല മാം, താങ്ക് യു മാം. സാധാരണ അങ്ങനെ പോവാണ്ടിയൊക്കെ വന്നാൽ ആൾക്കാർ കട്ടാക്കി പോകുക, അതാണ് നമ്മുടെ ഷമീല മാമിന്റെ പ്രത്യേകത. മാഷാ അല്ലാഹ്, അടിപൊളി. പിന്നെ ഈ ട്രിഗറുകൾ മനസ്സിലാക്കുക, അതേപോലെ എംപതി, നമ്മളുടെ മറ്റുള്ള മനുഷ്യന്മാരുടെ വേദനകളും അതേപോലെ അവർക്ക് ഉണ്ടാവുന്ന ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണല്ലോ എംപതി എന്ന് പറയുന്നത്. നമ്മള് കനിവെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാതെ ആ ആ ഒരു എംപതി ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ചെയ്യുക, പ്രാക്ടീസുകൾ കൊണ്ടുവരിക. അതാണ് നമ്മൾ ഈ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പം ആരെങ്കിലും നോക്കിയിട്ട് വെറുതെ ഒന്ന് ഇപ്പം റാൻഡം ആയിട്ടുള്ള ഒരു ആരെങ്കിലും നോക്കിയിട്ട് ചിരിക്കുകയെ അവർ തിരിച്ച് ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള അൺകണ്ടീഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കുക, പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുക, ആ രീതിയിൽ ഒന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എമ്പതി വർദ്ധിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? വേറൊരാള് ദേഷ്യം പിടിക്കുന്ന സമയത്തും നമ്മളുടെ ഉള്ളിൽ പണ്ടെന്നോ കയറിപ്പോയിട്ടുള്ള ആ ദേഷ്യത്തിന്റെ എതിരെ റിയാക്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ആ രീതിക്ക് പകരം നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നറിയോ? ഇപ്പൊ ഇവൻ ദേഷ്യം പിടിക്കുന്നല്ലേ, ഇവള് ദേഷ്യം പിടിക്കുന്നത് എന്നോട് എന്തെങ്കിലും ഉണ്ടായിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അറിയാതെ ചിന്തിക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് എമ്പതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, അൺകണ്ടീഷണാലിറ്റി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവമാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ള ആളുടെ സിറ്റുവേഷനിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവും, കഴിവ് കിട്ടാൻ തുടങ്ങും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ നമ്മൾ പറയല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാറില്ലേ. മീൻസ് നമ്മൾ ഒരുപാട് വയറ് നിറച്ചൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി അത് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് ഭയങ്കര ടയേർഡായിരിക്കും. ആ ടയേർഡ് ആയിട്ടുള്ള മൈൻഡിലേക്കൊക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ നമുക്ക് ആ ദേഷ്യം ഓട്ടോമാറ്റിക്കലി വന്നു പോകും. ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉറക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തലവേദനയൊക്കെ ആവും. ആ തലവേദനയുള്ള സമയത്ത് ആരെങ്കിലും വന്നിട്ട് ചെറിയ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി, അത് പെട്ടെന്ന് എഫക്ട് ചെയ്യും ചില ആൾക്കാർക്ക്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളിപ്പം ഡെയിലി മെഡിറ്റേഷൻ, അതേപോലെ അൺകണ്ടീഷണൽ ലവ് പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, കറക്റ്റ് ഉറക്കവും കറക്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് പോകാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്നിട്ടും നിങ്ങൾക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, ദാറ്റ് മീൻസ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ചില തെറാപ്പികളോ കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടാവും. ചില ആളുകളുടെ കേസാട്ടോ ഞാൻ പറഞ്ഞത്.
ചില ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അങ്ങനത്തെ സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ ഒരുപാട് വലിച്ചു നീട്ടാൻ മാത്രമുള്ള അറിയാത്ത ടോപ്പിക് കാര്യങ്ങളൊന്നും അല്ല, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലിനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതിൽ ഒരുപാട് വേറെ ടോപ്പിക്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ മാക്സിമം നമ്മളുടെ സെൽഫ് കൺട്രോൾ മൈൻഡിൽ കൊണ്ടുവരിക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഒക്കെ തന്നെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടോ തോട്ട്? പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഓഫീസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ വീട്ടിലോ ഓഫീസിലോ ഒക്കെ ആണെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മള് തിരിച്ച് ഭയങ്കര സ്ട്രോങ്ങിൽ റെസ്പോണ്ട് ചെയ്യാൻ പോവാണെന്ന് കണ്ടു കഴിഞ്ഞാല് ഉടനെ എന്ത് ചെയ്യുക, ആ റൂമിൽ നിന്ന് എണീച്ചങ്ങ് പോയിക്കാള. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിക്കുക. എന്താ സംഭവം എന്നറിയാം, ആ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോട് കൂടിയിട്ട് എൻ്റെ മൈൻഡിലുള്ള ആ ചൂടുണ്ടല്ലോ, ആ ചൂട് തണുപ്പിക്കുകയാണെന്നുള്ള രീതിയിൽ മൈൻഡിന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ. നേരെ എണീച്ചിട്ട് ആ സാഹചര്യത്തിൽ നിന്ന് ആ സിറ്റുവേഷൻസ് ഒന്ന് മാറിയിരിക്കുക. അതേപോലെ തന്നെ പോയിട്ട് നല്ലൊരു തണുത്ത വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും എടുത്ത് കുടിക്കുക. ജ്യൂസ് ആണല്ലോ, വെള്ളമാണല്ലോ അവൈലബിൾ ഉണ്ടാവുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതും നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ്. അതേപോലെ ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൈൻഡ് കാമാവും. മൈൻഡ് കാമായി കഴിഞ്ഞാൽ നമുക്ക് ആ കാംനെസ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളെ വേറെ മനുഷ്യന്മാർക്ക് വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂല നമ്മളുടെ മൈൻഡിനെ. നമുക്കൊരു സെൽഫ് കൺട്രോൾ ഓട്ടോമാറ്റിക്കലി വർദ്ധിച്ചു വരും ഓരോ ദിവസം കൂടുന്തോറും. അത് ഹാബിറ്റിൽ നിന്ന് പോകുന്ന സമയത്താണ് വീണ്ടും ആ ദേഷ്യമൊക്കെ തിരിച്ചു വരാറ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ മെഡിറ്റേഷനും ഇതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന സമയത്ത് എൻ്റെ മൈൻഡിന് കുറച്ചും കൂടി ഒരു ബാലൻസിങ് കിട്ടിയ സമയത്ത് എപ്പോഴെങ്കിലൊക്കെ ദേഷ്യം പിടിക്കുക വൈഫിനോടാണല്ലോ, അപ്പം വൈഫുമായിട്ടുള്ളത് പോലും ഇപ്പം വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവാറുള്ളൂ, വളരെ ചുരുക്കം. ഇപ്പൊ എല്ലാരും പറയും ഞങ്ങൾക്കും അങ്ങനെ ചുരുക്കം മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിലേക്ക്? മിസ്ന എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മിസ്നന്റെ വേറെ കുറെ ടെക്നിക്കൽ പോയിന്റുകൾ ഉണ്ടാവും, എന്തെങ്കിലും പറഞ്ഞു കിട്ടോ? ഷമില മാം ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ഫീഡ്ബാക്ക് ഇല്ല പറയാനുണ്ടോ? ഇല്ല, അങ്ങനെ കുറെ പോയിന്റ് ഒന്നും ഇല്ല. ഞാനെപ്പോഴും അതും അപ്പം മറക്കാൻ വേണ്ടി ശ്രമിക്കും. ആരെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ വാശി കൊണ്ടെടുക്കാണ്ട് മറന്നു പോകും. അതായത് ആ സീൻ അവിടെ വിടുക എന്നുള്ള വേണ്ടി ശ്രമിക്കലുണ്ട്. അത് ചിലപ്പോ ഞാനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ചിലപ്പോ ഉമ്മനോടൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാല് ഇന്ന് ഫുള്ള് മിണ്ടാണ്ടിരിക്കണ എല്ലാവരോടും പറയും. പക്ഷെ ഈ റൂമിൽ നിന്ന് പോയി ഇറങ്ങുമ്പോൾ ഞാനത് മറന്നിട്ടുണ്ടാവും. ചിലപ്പോ വേറെ ആരെയും പറയുമ്പോഴായിരിക്കും ഓർമ്മ. അത് ഉമ്മ ഇവിടെ പറയലുണ്ട്, ആദ്യം അങ്ങനെയാണ്, ദേഷ്യം പിടിച്ചത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മള് വാശി പിടിച്ച് മിണ്ടാണ്ടിരിക്കണമെന്നൊക്കെ തീരുമാനം എടുക്കുമല്ലോ, അത് ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന്, അതായത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അതവിടെ വിടുക. ഒരു ഇമോഷന്റെ പുറത്ത് എന്തോ ബിസിയിലായതിന്റെ കാരണം അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ചെയ്താണ്. നമ്മളെന്താ പറയാ, ആ ഒരു ഇമോഷനെ മനസ്സിലാക്കി വ്യക്തിഹത്യ നടത്താണ്ടിരിക്കുക. പലപ്പോഴും നമുക്കതാ സംഭവിക്കില്ലേ, ഓല് ഇന്നോട് അങ്ങനെ പറഞ്ഞത് മുന്നത്ത് എന്തെങ്കിലും സാധനം കൊണ്ടായിരിക്കും. അതൊന്നും ആവില്ല. ആ പ്രശ്നം എന്തെങ്കിലുമൊക്കെ തിരക്കിൽ നിൽക്കുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയതാവും. പിന്നെ എപ്പോഴും ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞെന്നു തോന്നുന്നത്, നമ്മളെ മുന്നിലുള്ള ഒരു വ്യക്തി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പെയിനിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇടങ്ങാറിലോ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ദേഷ്യപ്പെടുന്നുണ്ടാവുക. ചിലപ്പം ഇപ്പൊ നേരത്തെ പറയുമ്പോൾ നല്ല ഫണ്ട് സോറി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ദേഷ്യം വരുന്നില്ല. അപ്പൊ നമ്മളെ മൈൻഡിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതും ഫണ്ടിന്റെ ഒക്കെ. അപ്പോഴാവും വൈഫ് വന്നിട്ട് ഓ ഇതും കൂടെ എനിക്ക് വാങ്ങണമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. അത് സത്യം ചോദിക്കാം, അങ്ങനെ വരുമ്പോ നമുക്ക് ദേഷ്യം വരും. അത് അപ്പൊ നമ്മള് മനസ്സിലാക്കാൻ വേണ്ടി. എന്ത് കേട്ടില്ല? ഇപ്പൊ കുഴപ്പമില്ല, മുന്നേ ഉള്ള കേസാ പറഞ്ഞതെന്നറിയാം. എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമുണ്ട് അത്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, എന്താ പറഞ്ഞാലൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇൻഷാല്ലാ. അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ അത് അതായത് പലപ്പോഴും പല ബിസിനസ്മാൻമാരുടെ കേസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. എന്റെ കയ്യിൽ ഫണ്ട് ഷോർട്ടാന്നുള്ളത് പറയൂല, സാധനം പറയുമ്പോഴേക്ക് ദേഷ്യം വെക്കാണ് ചെയ്യാം.
അപ്പൊ അതിനെങ്കിലും ഓപ്പൺ എല്ലാ സമയത്തും കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, ഗോൾസ് എന്താണെന്നുള്ള കൂടെ നടക്കുന്ന വ്യക്തിയോട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പൂർണ്ണമായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം നിങ്ങളെന്ന വ്യക്തി എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഡെവലപ്പായി എത്തിച്ചേർന്ന ഒരു ഡ്രീം ആണത്. അത് നിങ്ങളെ കൂടെയുള്ള വ്യക്തി ഇപ്പോഴത്തെ ന്യൂലി മാരീഡ് കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ 2 വർഷമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെന്ന വ്യക്തിന്റെ ഇത്രയും വർഷത്തെ ജീവിതം സ്വപ്നം ആ വ്യക്തി പൂർണ്ണമായും പെട്ടെന്ന് മനസ്സിലാക്കാന്നില്ല നമുക്ക് പോസിബിൾ അല്ലല്ലോ, ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇത് എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കപ്പാ. നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ആ ഒരു സമയത്ത് എന്തോ ഒരു കാരണം കൊണ്ട് സംഭവിച്ചതാന്നുള്ള മനസ്സിലാക്കി ആ ഒരു പക അല്ലെങ്കിൽ ആ വിദ്വേഷം എപ്പോഴും എന്നോട് അത് പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മൾ ആ ദേഷ്യം മറന്നു പോയി കഴിഞ്ഞാലും ഒരാളെ വിട്ടുകൊടുക്കൂല. എന്നോട് നിങ്ങളത് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നോട് ഇതല്ലേ പറഞ്ഞത്, എന്നാലും പറഞ്ഞില്ലേ, മറ്റേ കടിച്ചു തൂങ്ങാതെ അറിയില്ല കുട്ടികളെ കൊണ്ട് പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ ഇത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാട്ട കേസിൽ, ചിലപ്പോൾ അറിയാണ്ട് വരലുണ്ട്. പക്ഷെ മാറ്റി നോക്കുക. പിന്നെ വരുന്നുണ്ടായിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മള് ദേഷ്യം വരുമ്പോ 100 വരെ എണ്ണുന്ന ബാക്കിൽ നിന്ന് എണ്ണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള. 100, 99, 98 അങ്ങനെ. അധികം നമുക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേസ്, മനുഷ്യരല്ലേ. അപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രതികരിക്കുന്ന രീതി മാറ്റാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിച്ചു നോക്കാം. അതായത് അവർ എന്തോ ഒരു പ്രശ്നത്തിന്റെ പുറകിലുള്ളതുകൊണ്ടായിരിക്കും എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാൻ നമ്മൾ മനസ്സിലാക്കാം. ഇതാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഓർക്കെങ്കിലും